തന്നെ ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിനിടയിൽ ഈ കിറ്റെക്സും കിറ്റെക്സ് സാബുവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഒരു ഇടയ്ക്ക് കേട്ടത് ഈ അമേരിക്കയിലുള്ള അവരുടെ ഉൽപ്പാദന പ്ലാന്റുകളെല്ലാം അവിടെ നിർത്തലാക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ അവരുടെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡ് അവർ അവരുടെ കിഴക്കമ്പലത്ത് അവതരിപ്പിക്കുകയാണ്. എന്താണ് കിറ്റെക്സ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ താരിഫിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വരാത്ത സ്ഥിതിക്ക് ഇതിന്റെ പ്രൈസ് ടാഗ് എങ്ങനെ കൂട്ടണം, അതിൽ ടാക്സിന്റെ കാര്യത്തിൽ എങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അമേരിക്കയിൽ നിന്നത് പൂർണ്ണമായും ഇന്ത്യയിലേക്ക് മാറിയിട്ടില്ല. അമേരിക്കയിൽ തുടരേണ്ടത് അമേരിക്കയിൽ തന്നെ തുടരും. കാരണം കിറ്റെക്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 92% വസ്ത്രങ്ങൾ പോകുന്നത് അമേരിക്കയിലേക്കാണ്. ഹൈ ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങളാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഈ താരിഫുമായി ബന്ധപ്പെട്ട ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലേക്ക് വരും എന്നൊക്കെയുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കിറ്റെക്സ് സാബു തന്നെ പറയുന്നു, അമേരിക്കയിൽ ഈ 27-ാം തീയതി ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമല്ലോ, അതായത് നാളെ ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ കൃത്യമായി അതിന്റെ നികുതിയും കാര്യങ്ങളും എല്ലാം ചേർത്ത് അത് പ്രൈസ് ടാഗ് പുതിയതായി കൊണ്ടുവന്ന് അമേരിക്കയിൽ അത്, കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുണിത്തരങ്ങളുടെ കമ്പനിയാണ് കിറ്റെക്സ് എന്ന് പറയുന്നത്. അത് അമേരിക്കയിലാണ് സ്ഥിതി ചെയ്തത്. ലിറ്റിൽ സ്റ്റാർ എന്നാണ് അതിന്റെ പേര്. അമേരിക്കയിൽ വളരെ വിപുലമായ വളരെ മാർക്കറ്റുള്ള ഒരു പിന്നെ തുണി വ്യാപാര കേന്ദ്രമാണ് കിറ്റെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നവർ ബ്രിട്ടനിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ബിസിനസ് കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇനി ലിറ്റിൽ സ്റ്റാർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ഒക്കെ ലഭ്യമാക്കാൻ ഒരുങ്ങുന്നു. മാത്രമല്ല ഇന്ത്യയിൽ ഫ്രാഞ്ചൈസികൾ ഉണ്ടാകുന്നു എന്നുള്ള മറ്റൊരു കാര്യം. കാരണം ഈ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ഗുണനിലവാരമുള്ള കുഞ്ഞുടുപ്പുകളാണ്, നവജാത ശിശുക്കളുടെ ഉടുപ്പുകളാണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ രണ്ടാമത്തെ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാളിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കത് അഭിമാനിക്കാം. മാത്രമല്ല അതിന്റെ വസ്ത്രങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങുക എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പോൾ കിഴക്കമ്പലത്തെ ഭക്ഷ്യ മാർക്കറ്റ് നേരത്തെ അത് തുറന്നിരുന്നു. CPM ജനങ്ങൾ പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല, വില കുറച്ച് കൊടുക്കുന്ന ഒന്നിനെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM അതിനെ അടച്ചുപൂട്ടിയപ്പോൾ ആ ഷോറൂം വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ കിറ്റെക്സ് സാബു ഇപ്പോൾ ഒക്ടോബർ 9-ാം തീയതിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇപ്പോൾ അത് ഭക്ഷ്യ മാർക്കറ്റായി തുറന്നാൽ അത് വോട്ട് പിടിക്കാനുള്ള കിറ്റെക്സിന്റെ 2020 നീക്കമാണ് എന്ന് ജനങ്ങൾ CPM അടക്കം പറയും എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് അവർ അത് തുറന്ന് ഇപ്പോൾ ലിറ്റിൽ സ്റ്റാറിന്റെ ഒരു പ്രദർശന ഷോറൂമായി അവിടെ നിന്ന് വളരെ വിലക്കുറവിൽ ആളുകൾക്ക്, നവജാത ശിശുക്കൾക്ക് തുണികൾ വാങ്ങാം. ഇപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. വളരെ ഒരുപാട് വലിയ ശേഖരമാണ്. ഇതൊരു പ്രൊമോഷനായിട്ടല്ല പറയുന്നത്. കിറ്റെക്സ് ഗ്രൂപ്പ് എപ്പോഴും ജനങ്ങൾക്കൊപ്പം, പ്രത്യേകിച്ച് കിറ്റെക്സ് സാബു അടക്കം എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കിഴക്കമ്പലത്ത് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഈ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ അടക്കം നിരവധി പ്രവർത്തനങ്ങൾ വില കുറഞ്ഞ തരത്തിൽ കിഴക്കമ്പലത്തെ മാറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ഒക്ടോബർ 9-ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒക്ടോബർ 20 മുതൽ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കിഴക്കമ്പലത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് കിറ്റെക്സ് സാബു പറയുന്നത്. എന്തായാലും വലിയൊരു ശൃംഖലയായി ഈ താരിഫ് ഒന്നും കിറ്റെക്സ് സാബുവിന്റെ മാർക്കറ്റിനെ ബാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരെ ഈ താരിഫ് ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരില്ലേ? അപ്പോൾ അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽ ഏറ്റവും വലിയ ഇരകളാകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഇന്ത്യ ഒരു വലിയ, ഇപ്പോൾ ബംഗ്ലാദേശ് എന്നതുപോലെ ടെക്സ്റ്റൈൽ തുണിത്തരങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു വിപണിയിൽ ഇന്ത്യയും ഒരു പ്രബല ശക്തി തന്നെയാണ്. ഇന്ത്യയിൽ ധാരാളം ഇതേപോലെയുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം മില്ലുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ വലിയൊരു വിപണി അമേരിക്കയാണ്. പക്ഷേ അവിടെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ 50% നികുതി ഏർപ്പെടുത്തും. അപ്പോൾ വലിയൊരു തിരിച്ചടി നേരിടാൻ പോകുന്ന ഒരു സംഗതിയാണ് ഈ ടെക്സ്റ്റൈൽ മേഖല എന്ന് പറയും. ഇപ്പോൾ കിറ്റെക്സ് സാബുവിനും അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അവർ ഈ ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഉൽപ്പന്നം, അമേരിക്കൻ ബ്രാൻഡ് ആണെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യയിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആകാനാണ് സാധ്യത. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു മൂന്നാം രാഷ്ട്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് വേണ്ട, അത് പൂർണ്ണമായും അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണം,
അമേരിക്കക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കണം എന്നൊരു നയമാണ് ട്രംപിൻ്റേതുള്ളത്. ഉം. അപ്പോൾ അത് ഒരു പരിധിവരെ ഇപ്പോൾ കീറ്റക്സിൻ്റെ സംരംഭങ്ങളെയും വലിയ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടാകും എന്നുള്ളത് തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുരുതര പ്രതിസന്ധി ഉണ്ടാകുന്ന ടെക്സ്റ്റൈലിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ റിഫൈനറികളാണ്. ഉം. കാരണം ഇത്തരം ഒരു വ്യാപാര യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും റഷ്യയിലെ നിന്നുള്ള എണ്ണ വരവിനെ അത് വലിയ രീതിയിൽ ബാധിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഇന്ധനത്തിൻ്റെ 37% റഷ്യൻ ഓയിലാണ്. പക്ഷെ അത് ഇല്ലാണ്ടാകുന്നതാണ് ഇന്ത്യൻ റിഫൈനറികളെ. ഇപ്പോൾ സ്വകാര്യ മേഖലയിലടക്കം ഇന്ത്യക്ക് ഇന്ധന വിതരണ ശൃംഖലകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വളരെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് ഉള്ള ഒരു സംഗതി. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരു വലിയൊരു ആഭ്യന്തര വിപണി ഉള്ളത് ഒരു ആശ്വാസമാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏതാണ്ട് 18% അമേരിക്കയിലോട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് 20% മാത്രമേ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുള്ളൂ എന്ന് നോക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണി അത്ര ശക്തമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 140 കോടി ജനങ്ങളുണ്ട് എന്നുള്ളതുപോലെ തന്നെ ഇപ്പോൾ ചൈനയുടെയും ഏറ്റവും വലിയ ഒരു പിൻബലം എന്ന് പറയുന്നത് അവിടുത്തെ വലിയൊരു ജനസംഖ്യയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഏഷ്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രണ്ട് രാഷ്ട്രങ്ങൾക്കും ആഭ്യന്തര വിപണി വളരെ ശക്തമാണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള ടെക്സ്റ്റൈൽ മേഖല, പ്രത്യേകിച്ച് കിറ്റക്സ് പോലെയുള്ള സംരംഭകർ ഇത് മനസ്സിലാക്കിയാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഓണക്കാലം കൂടിയാണ്, നമ്മുടെ ഉത്സവകാലങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു വിപണി ഇത്തരം മേഖലകൾക്കുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമ്മുടെ ഈ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ചില സീസണുകളിൽ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ താൽക്കാലികമായെങ്കിലും അത് പരിഹരിക്കാൻ ഇത്തരം ഉത്സവ കാലയളവുകളൊക്കെ ഉപകരിക്കും. ഇപ്പോൾ കിറ്റക്സ് ഇപ്പോൾ ഇവിടെ ലിറ്റിൽ സ്റ്റാർസ് അവതരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിലുള്ള വ്യാപാര യുദ്ധം ആ ഒരു പ്രതിസന്ധിക്കപ്പുറം ഇവിടെയുള്ള ആ ഒരു ഉത്സവകാലത്തിൽ അതിലുള്ളൊരു കച്ചവടം ഉണ്ടല്ലോ, ഓണക്കാലം അതേപോലുള്ള സാഹചര്യങ്ങൾ, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇപ്പോൾ കിറ്റക്സിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അവർ വലിയ രീതിയിലുള്ള ജലചൂഷണം നടത്തുന്നു, വലിയ രീതിയിലുള്ള തൊഴിൽ ചൂഷണം നടത്തുന്നു എന്ന തരത്തിൽ വലിയ ആക്ഷേപങ്ങളുണ്ടെങ്കിലും ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു സംരംഭം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു സംരംഭം എന്ന നിലയിൽ അത് നിലനിൽക്കേണ്ടത് നമുക്ക് ഒരുപാട് പേരുടെ തൊഴിലിൻ്റെ പ്രശ്നമാണ്. അത് ഒരു സംരംഭം കേരളത്തിൽ നിന്ന് ഉള്ളൊരു സംരംഭം ലോകത്തെ പല വിപണികളിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതും വലിയൊരു അഭിമാന പ്രശ്നവും കൂടി, ഉള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ കിറ്റക്സിന് അതിനെ അർഹിക്കുന്ന പരിഗണന നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഈ കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ 2020 പോലെയുള്ള അവരുടെ രാഷ്ട്രീയ സംരംഭത്തിൻ്റെ പേരിൽ അവരെ തൽക്കാലം ഇങ്ങനെ അകറ്റി നിർത്തുന്ന പരിപാടി തൽക്കാലം നിർത്തണം എന്ന് തന്നെയാണ് അഭിപ്രായം.